അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാത്രി, ഇതൊക്കെയും സ്വലാത്തിനെ ധാരാളം അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ്. കാരണം പ്രിയപ്പെട്ടവരെ, പലരും മനസ്സിലാക്കാതെ പോകുന്ന ഈ സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല അത്രത്തോളം പ്രതിഫലം നൽകുന്നുണ്ട്. പോരിശയുള്ള വലിയ ഒരു അമലാണ് ഈ സ്വലാത്ത്. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഈ ദിവസങ്ങളിൽ ഒക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ വെറും 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, അതൊക്കെയും നിങ്ങൾക്ക് മാറിക്കിട്ടി ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നിറവേറ്റി തരും. അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമൊക്കെ ദുആക്ക് ഇജാബത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കളൊക്കെ പ്രത്യേകം പറഞ്ഞതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഏത് സമയമാണ് എന്ന് മുത്തുനബി വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമൊക്കെ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി, നല്ല ഇഖ്ലാസോടു കൂടി, നിയ്യത്തോടു കൂടിയാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. നിങ്ങളുടെ മുറാദ് ഹാസിലാകും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാത്രം നിങ്ങൾ ചിലവഴിച്ചാൽ മതി. പണമൊന്നും മുടക്കണ്ടല്ലോ. കുറച്ച് സമയം ഇതിന് മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നടത്തി തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെയും രാവിൻ്റെയും ബറക്കത്ത് കൊണ്ടൊക്കെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകൾ മുഖേന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കും. ആരാണോ സ്വലാത്ത് ചൊല്ലിയത് അവരെ മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവിനോട് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ. മുത്തുനബി അള്ളാഹുവിനോട് ചോദിച്ച ഏത് കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കാത്തത്? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ അല്ലെങ്കിൽ നാളത്തെ ദിവസമൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്നാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ, അവർക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകാൻ, അവരുടെ കടങ്ങൾ വീട് കിട്ടാൻ, അവർക്ക് ജോലി കിട്ടാൻ, അതുപോലെ തന്നെ മക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, അവർക്ക് നല്ല ജോലി കിട്ടാൻ ഭാര്യയ്ക്ക് ചെയ്യാം. അതുപോലെ ഉമ്മമാർക്ക് ചെയ്യാം, ഉപ്പമാർക്ക് ചെയ്യാം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഈ കാര്യം ചെയ്താൽ മതി. എന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ആ ആഗ്രഹം, ആ ഉദ്ദേശം അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ്
ഒരു ഭാര്യ വിചാരിച്ചാൽ, ഒരു ഉമ്മ വിചാരിച്ചാൽ ഈ കാര്യം ചെയ്യുന്നതിലൂടെ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു മകൻ്റെ കയ്യിൽ ധാരാളം സമ്പത്ത് വരുത്താൻ സാധിക്കും. എത്രയോ ഉമ്മമാർ, സഹോദരിമാരൊക്കെ പറയുന്ന കാര്യമാണ്. ഭർത്താവ് ഗൾഫിലാണ്, മക്കൾ ഗൾഫിലാണ്, എന്നാൽ ഗൾഫിലാണ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കത്തിലാണ്, ദാരിദ്ര്യമാണ്, കടമാണ്, മക്കൾക്ക് ജോലിയില്ല, ഭർത്താവിന് ജോലിയില്ല. ചില ഉമ്മമാർ പറയും ഭർത്താവിന് അവരുടെ ജോലിയിൽ ശമ്പളം കുറവാണ്, ഉള്ള സമ്പത്തിൽ ബറക്കത്തില്ല. ഇങ്ങനെ തുടങ്ങിയ പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മക്കൾക്ക് ധാരാളം സമ്പത്ത് നൽകും. നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും, ദാരിദ്ര്യം മാറിക്കിട്ടും. മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ മരണം വരെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യും. മരണം വരെ നിങ്ങൾ പോലും ചിന്തിക്കുന്നതിലപ്പുറം അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തിക ഐശ്വര്യം നിങ്ങൾക്ക് നൽകും. മാത്രമല്ല സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിലും ഖബറിലും നാളെ പരലോകത്തും നമ്മൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് നമുക്കൊരു രക്ഷകനായി വരും, നമുക്കൊരു കാവലായി നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. മാത്രമല്ല അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകും, ഖൈറുകൾ നൽകും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. മാത്രമല്ല നാളെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ അത് കാരണമാകും. എത്രയോ ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ, സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ, ഭൂമി വാങ്ങിക്കാൻ, ധാരാളം സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് ഈ മുമ്പ് പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്, അവരുടെ കടങ്ങൾ വീടി കിട്ടിയിട്ടുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് അവരുടെ വീട് എന്നുള്ള വലിയ സ്വപ്നം, വലിയ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നിറവേറ്റി കൊടുത്തത് ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കും സാധിച്ചു കിട്ടും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ ഇതിനു വേണ്ടി ചൊല്ലേണ്ടത് 100 പ്രാവശ്യമാണ്. ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹം, എൻ്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, ഈ സ്വലാത്ത് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും കഴിയുന്നതും 100 പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴും സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, ടെൻഷൻ നിങ്ങൾക്കുണ്ടാകില്ല. ഏത് സമയത്തും നിങ്ങളുടെ മുഖത്തിനൊരു പ്രകാശമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. നല്ല ആരോഗ്യവും ഉന്മേഷവുമുള്ള ഒരു ശരീരവുമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. ഒരുപാട് രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും
അതുപോലെ മറ്റുള്ളവരുടെ കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും ശൈത്താനിയത്തിൽ നിന്നും സിഹറിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും വഞ്ചകരിൽ നിന്നും ചതിയന്മാരിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മെ കാത്തുരക്ഷിക്കും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കാവൽ എപ്പോഴും നമുക്കുണ്ടാകും. ഈ സ്വലാത്ത് നമ്മൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം പതിവായി ചൊല്ലുകയാണെങ്കിൽ. സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം പിന്നീട് പറയണ്ടല്ലോ. സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. അവർക്ക് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം നൽകും. അവരുടെ ജോലിയിലും അവർ ചെയ്യുന്ന കച്ചവടങ്ങളിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത്, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുകയും ചെയ്യും. ഇനി നമ്മൾ ചൊല്ലേണ്ട ആ സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഅലിക് വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അളീം. ഈ സ്വലാത്താണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ 100 പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം സുബഹിക്കോ അസറിനോ അല്ലെങ്കിൽ മഗ്രിബിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾ ഈ സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ കഴിയുമെങ്കിൽ 100 പ്രാവശ്യം ഇത് പതിവായി ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഹലാലാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല നാളെ പരലോകത്തും ഈ സ്വലാത്ത് നിങ്ങൾക്കൊരു കൂട്ടായി, ഒരു തണലായി, നിങ്ങൾക്കൊരു രക്ഷകനായി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയം നൽകട്ടെ, സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ, നമ്മുടെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിത്തരട്ടെ. മാറാ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു എളുപ്പത്തിൽ ശിഫ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.